എൻ്റെ വീഡിയോസ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കും. എനിക്കൊരു കണ്ണാടി ഉണ്ടായിരുന്നു, ഈ ഒരു തൊപ്പി ഉണ്ടായിരുന്നു, കുറച്ച് ആക്സസറീസ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. കണ്ണാടി എന്ന് പറഞ്ഞാൽ കാഴ്ചക്കുറവുണ്ടായിരുന്നുകൊണ്ടാണ് കണ്ണാടി വെച്ചിരുന്നത്. ഇപ്പോൾ ആക്ച്വലി ആ ഒരു സർജറി ചെയ്തിട്ട് ഇപ്പോൾ സ്പെക്സ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഞാൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സറി എന്ന് പറയുന്നത് എൻ്റെ തൊപ്പിയാണ്. സോ ഐ എം ആക്ച്വലി റിമൂവിങ് എൻ്റെ തൊപ്പി ഞാനിപ്പോൾ റിമൂവ് ചെയ്യാണ് കേട്ടോ. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, ഐ ആക്ച്വലി ഡൺ ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ എൻ്റെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ജേണിയും അതുപോലെ തന്നെ അതിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോക്കകത്തുള്ളത്. റീസെൻ്റ്ലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ വീഡിയോ ഇടുന്നതിലും അതായത് എസ്പെഷ്യലി ലോങ് വീഡിയോസ് ഇടുന്നതിൽ ഷോർട്ട് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. കാര്യം ആ ഒരു ടൈം ഫ്രെയിമിൽ ഇവിടെ വന്നിരുന്ന് ഒരു കുറച്ച് ടൈം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് ഷോർട്ട് വീഡിയോസ്. ലോങ് വീഡിയോസിൽ ഞാൻ ഈ ഒരു തൊപ്പി വച്ചിട്ട് വേണം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊടിയടിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറേയധികം ഇഷ്യൂസ് ഉള്ളത് കൊണ്ടും പിന്നെ കണ്ണിൻ്റെ സർജറി ചെയ്തു, അതെല്ലാം അടുപ്പിച്ചൊരു 3 മാസത്തിനുള്ളിലാണ് ഈ 2 സംഭവങ്ങളും ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലോങ് വീഡിയോസ് എടുക്കുന്നത് ആക്ച്വലി ഒരുപാടധികം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരുപാടധികം ആൾക്കാർ ഓൾറെഡി അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഷോർട്ട് വീഡിയോസാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാടധികം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 മാസത്തിനുള്ളിൽ ഈ കണ്ണിൻ്റെ സർജറിയും അതുപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു ജേണിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അധികം ആളുകൾ എൻ്റെ ഈ ഒരു ഹെഡ് കണ്ടിരിക്കാൻ വേണ്ടി ചാൻസ് ഇല്ല. ലൈവിലൊക്കെ വരുന്ന സമയത്ത് തൊപ്പി മാറ്റി ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് എൻ്റെ ഒരു ഹെഡിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ ഈ കാണുന്ന രീതിയിലായിരുന്നു എൻ്റെ തലമുടി അല്ലെങ്കിൽ എൻ്റെ തല ഉണ്ടായിരുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല മുടിയുള്ള ഒരാളായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ രീതിയൊക്കെ എന്ന് പറയുന്നത് വളരെ നല്ല ചുരുളൻ മുടിയുള്ള രീതിയിലായിരുന്നു. ഒരു അതെ, നന്നായിട്ട് ചുരുണ്ട് കിടക്കുന്ന ഒരു മുടിയായിരുന്നു എൻ്റെത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ളൊരു മെയിൽ പാറ്റേൺ ബാൾനെസ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് മുടി പിന്നെ പതിയെ പതിയെ കൊഴിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കഷണ്ടി ആവുക എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു 90% നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണ്. ബാക്കി ഒരു 10% ഉള്ളൂ നിങ്ങൾക്ക് താരൻ മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്കൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു 10% വരുള്ളൂ. 90% നിങ്ങളുടെ മുടി കൊഴിയാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു ട്രെയിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ അച്ഛനിൽ നിന്നോ അല്ലെങ്കിൽ അമ്മയിൽ നിന്നോ ആവണമെന്നില്ല. ഇത് നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസോ അങ്ങനെയും നിങ്ങൾക്ക് ആ ഒരു ഹെറിഡിറ്ററി ഉണ്ടാവാം കേട്ടോ. അപ്പോൾ ആ തരത്തിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മെയിൽ പാറ്റേൺ ബാൾനെസ് ഉണ്ടാവുന്നത്. മാത്രമല്ല, ഈ ഒരു മെയിൽ പാറ്റേൺ ബാൾനെസ് വരാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എസ്പെഷ്യലി മെയിൽസിന് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ ഒരു ടെസ്റ്റോസ്റ്ററോണിൻ്റെ ബൈ പ്രോഡക്റ്റാണ് DHT എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് DHT വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബാൾനെസ് കൂടുതലുണ്ടാകുന്നത്. അതായത് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന സംഭവം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമെങ്കിൽ അതിനനുസരിച്ചുള്ള DHTയും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു DHT ഉണ്ടാകുന്നതിനനുസരിച്ച്, അതായത് കൂടുതൽ ആണത്തമുള്ള ആൾ എന്ന് വേണമെങ്കിൽ പറയാം. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് തന്നെ ഒരു ആണത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഒരുപാട് ആണത്തമുള്ളവർക്കാണ് കേട്ടോ കഷണ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ DHT ഒരുപാട് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മുടി കൊഴിയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഫീമെയിൽസിനും ചില സമയങ്ങളിൽ ഈ ഒരു DHT അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്നവർക്കാണ് ഫീമെയിൽസിനും ഇത്തരത്തിലുള്ള മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. എനിക്ക് മെഡിക്കലായിട്ട് അങ്ങനെ നിങ്ങൾക്ക് എക്സാക്റ്റ് ഇൻഫോർമേഷൻസ് തരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു യോഗ്യത ഉള്ള ഒരാളല്ല. എന്നാലും എനിക്കറിയാൻ പറ്റുന്നൊരു ഇൻഫോർമേഷനാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫീമെയിൽസിനും DHT ഉണ്ടാവുകയാണെങ്കിൽ അവർക്കും ഇതുപോലുള്ളൊരു ഷെഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മെയിൽസിനാണ് കൂടുതലും കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് കൂടുതലും മെയിൽസിന് കഷണ്ടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, എത്ര കഷണ്ടി ആയവർക്കും ഈ ഒരു പിൻവശത്തായിട്ട് മുടി ഉണ്ടായിരിക്കും. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പിൻവശത്തായിട്ടൊരു മുടി എത്ര കഷണ്ടി ആയാലും ഉണ്ടാവും. ഇതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള മുടികൾ DHT റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോളിക്കിളുള്ളതാണ്. അതായത് ഈ DHT അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ DHT റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാർട്ടിൽ നിന്ന് നമ്മുടെ മുടി എടുത്തിട്ട് ഇവിടേക്ക് വയ്ക്കും. അത് ഫോളിക്കിളോട് കൂടിയാണ് വയ്ക്കുന്നത്. ഫോളിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒറ്റ മുടിയല്ല, ചിലപ്പോൾ 4-5 മുടികളുണ്ടാവാം. എൻ്റെ കേസിൽ എൻ്റെ സെർട്ടൈൻ ഫോളിക്കിൾസിൽ 7-8 മുടികൾ വരെ ഉണ്ടായിരുന്നു. ആവറേജ് ഒരു 5 ഹെയർസ് വരെ കാണാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ ഹെൽത്തി
ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മുടികൾ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, ബാൾനെസ് ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അപ്പോൾ ഇനി എൻ്റെ ജേണിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എൻ്റെ ഈ ഒരു മുടി ചെയ്യണം എന്നുള്ളൊരു ഐഡിയ എനിക്കില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരാൾ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ചെയ്തെടുത്തതെന്ന് തന്നെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രപ്പോസലും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, ഓൾറെഡി എനിക്ക് ഐ സർജറി ചെയ്തിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഹെയറിൻ്റെ കാര്യം കൂടെ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എൻ്റെ മുടിയെന്ന് പറയുന്നത് ഇത്തരത്തിലാണ് കേട്ടോ. അതായത് ഇങ്ങനെയാണ് ഇരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കറക്റ്റ് പ്യുവർ ബാൾനെസ്സിലേക്ക് എത്തിയിട്ടുണ്ട് മുടി. അപ്പോൾ ഈ ഒരു തരത്തിലേക്ക് എത്തുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് ഇനി നെക്സ്റ്റ് ടൈം അവിടെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് മാക്സിമം മുടി വളർത്തിയിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കാര്യം എന്നിരുന്നാൽ മാത്രമേ ആക്ച്വലി എവിടെയൊക്കെയാണ് മുടിയുള്ളത്, അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചായിരിക്കും അവർ റെഫറൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം, അപ്പോൾ ഏകദേശം നല്ല ഇതുപോലുള്ളൊരു രീതിയിലൊക്കെയാണ് ഞാൻ അന്ന് പോകുന്ന ദിവസത്തിൻ്റെ ആദ്യത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ തരത്തിൽ പോയിട്ട് ആശുപത്രി പോയിട്ട് ഡോക്ടർ കറക്റ്റായിട്ട് അവർക്ക് മുടി വളർന്നു നിൽക്കുമ്പോൾ എവിടെയൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതിനനുസരിച്ച് ഒരു മാർക്കിംഗ് നമ്മുടെ തലയിലേക്ക് ചെയ്യും. അതായത് എൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിങ്ങ് സെൻറ്റർ തൊട്ട് ക്രൗൺ ഏരിയ എന്ന് പറയും, ഈ സൈഡ് എന്ന് പറയുന്നത് ടെമ്പിളാണ്. അപ്പോൾ ടെമ്പിൾ തൊട്ട് ക്രൗൺ ഏരിയ റൗണ്ട് ചെയ്ത് വരുന്ന രീതിയിലുള്ളൊരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷനാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം ഒരു പ്രപ്പോസ് ചെയ്തിട്ടുള്ളൊരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് 5000 ഗ്രാഫ്റ്റ് ആയിരുന്നു. എനിക്ക് അത്യാവശ്യം വലിയ തലയാണ്, ബുദ്ധി കൂടി പോകണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം വലിയ തലയാണ്. അപ്പോൾ ഈ തരത്തിൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു 5000 ഗ്രാഫ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മാർക്കിങ് കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം ഷേവ് ചെയ്തു. അപ്പോൾ ഈ മാർക്കിങ് അതേപോലെ അവിടെ കിടക്കും. ബാക്കി ബാക്ക് സൈഡിൽ നിന്നാണ് എടുക്കാനുള്ളത്. ആദ്യത്തെ ഒരു പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നിടത്ത് അത് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് എടപ്പഴിഞ്ഞിൽ ഹെയർ ക്യൂർ എന്ന് പറയുന്നത്, തിരുവനന്തപുരത്ത് തന്നെ ഹെയർ ക്യൂർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. എടപ്പഴിഞ്ഞിലാണ് വരുന്നത്, അവിടെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ആക്ച്വൽ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മസാജിങ് ടേബിൾ പോലുള്ള ഒരു സംഭവമുണ്ട്. നമ്മുടെ തല വരുന്ന ഭാഗം കുഴിഞ്ഞിരിക്കുന്ന രീതിയിലുള്ളൊരു സംഭവമുണ്ട് കേട്ടോ. അതായത് നമ്മളെ തല അതിലേക്ക് വച്ചിട്ടാണ് നമ്മൾ കമന്നായിരിക്കും കിടക്കുന്നത്. എനിക്ക് 2 ദിവസത്തെ പ്രൊസീജിയറാണ്. ഏകദേശം 5500ഓളം ചെയ്തു. 5000 ആദ്യം അവർ പറഞ്ഞെങ്കിലും 5500ഓളം ചെയ്തു കേട്ടോ. കാര്യം എൻ്റെ ഡോണർ ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിരുന്നു, കുറച്ചുകൂടെ എടുക്കാൻ വേണ്ടിയിട്ട് മുടി ഉണ്ടായിരുന്നത് കൊണ്ട് 5500ഓളം ഗ്രാഫ്റ്റ് ചെയ്തു കേട്ടോ. യൂഷ്വലി ഇതിൻ്റെ ഒരു കോസ്റ്റ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺ ആൻ ആവറേജ് ഒരു ഗ്രാഫ്റ്റിന് 20 രൂപയൊക്കെ വെച്ചിട്ടായിരിക്കും. ഇതിൽ കുറച്ച് ചെയ്യുന്നിടമുണ്ട്, ഇതിൽ കൂട്ടി ചെയ്യുന്നിടമുണ്ട്. ഇറ്റ്സ് ബേസിക്കലി നിങ്ങൾക്ക് ഒരു ആവറേജ് കാൽക്കുലേഷൻ നിങ്ങൾക്കൊരു 20 രൂപയിട്ട് നോക്കിയാൽ മതി ഒരു ഗ്രാഫ്റ്റിന്. അപ്പോൾ 5500 ഗ്രാഫ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആക്ച്വലി ആ കോസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ബാക്കിൽ പോയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഡോണർ ഏരിയയിൽ നിന്ന് നമ്മുടെ മുടി എടുക്കുക എന്നുള്ള പരിപാടിയാണ്. അതിനാദ്യം നമ്മൾ ആ ഒരു പറഞ്ഞ ബെഡൊക്കെ ഉണ്ടല്ലോ അതിൽ കിടത്തിയിട്ട് ഡോക്ടർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ കാണും, ഡോക്ടറിന് 2 അസിസ്റ്റൻസ് കാണും. അപ്പോൾ അവർ ഡോക്ടർ ബാക്കിൽ അനസ്തറ്റിക്ക് നമ്മളെ ബാക്കിൽ ഈ ഒരു തൊലിയുടെ ഇടയിൽ പ്രസ് ചെയ്ത് കയറ്റും കേട്ടോ. അതങ്ങനെ അവർ ഏത് ഏരിയയിലാണ് എടുക്കുന്നത് ആ ഏരിയയ്ക്ക് ചുറ്റുമായിട്ട് ചെയ്യും. കൂടുതലും ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ അടിയിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. കാര്യം നെർവ്സ് ഇങ്ങനെ താഴോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ അടിയും തുടങ്ങി ഇങ്ങനെ കറങ്ങിയായിരിക്കും വരുന്നത്. ചുറ്റിനും ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു അനസ്തറ്റിക് എടുക്കുന്ന സമയത്ത് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ ഒരു വേദന ഉണ്ടാവുമല്ലോ. ആ ഒരു വേദനയ്ക്ക് അപ്പുറത്തേക്ക് ഈ ഒരു സംഭവം പിന്നെ വേദനയില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഈ അനസ്തറ്റിക് എടുക്കുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നൊരു വേദന ഉണ്ടായിരിക്കും. ആ അനസ്തറ്റിക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു തലയുടെ മുകളിൽ എന്തോ ഒരു റബ്ബറോ പ്ലാസ്റ്റിക്കോ പോലെ എന്തോ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഈ ഡോക്ടർ എന്തോ ചെയ്യുന്നൊരു ഫീല് മാത്രമേ നിങ്ങൾക്ക് ഈ പരിപാടി ചെയ്യുന്ന സമയത്ത് ഉണ്ടാകത്തുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഈ ഡോക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും കിടന്നുറങ്ങുന്നവരുണ്ട്. പിന്നെ പല കാര്യങ്ങളും ഒരുപാടധികം സമയമുണ്ട്. ആദ്യത്തെ ദിവസത്തെ തന്നെ ഒരു 8 മണിക്കൂർ പ്രൊസീജിയർ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഡേയിലും 8 മണിക്കൂർ പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൂടുതലും നമുക്ക് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിനോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ അവിടെ ഒരിടത്ത് ഇരിക്കുമ്പോഴോ ഒരിടത്ത് കിടക്കുമ്പോഴോ ഒരു മുഷിച്ചിലുണ്ടാവുമല്ലോ, ആ ഒരു സംഭവമാണ് ഉണ്ടാകുന്നത്. മിക്ക ആളുകളും
പെയിനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങുന്നവർ പോലും ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തോന്നും, പക്ഷേ അവർ എല്ലാ സംഭവങ്ങളും ചെയ്യും. നമ്മൾ മിക്ക കാര്യങ്ങളും അറിയാറില്ല. നമ്മളാകെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു പഞ്ച് ചെയ്യുന്ന ഒരു സംഭവം വേദനയായിട്ടല്ല, ഒരു പഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഫീല് നമുക്ക് അറിയാൻ പറ്റും. എന്തോ ഒരു പ്ലാസ്റ്റിക് പോലെയോ റബ്ബർ പോലെയോ എന്തോ ഒരു വച്ചിരിക്കുന്ന സാധനത്തിൽ പഞ്ച് ചെയ്യുന്ന പോലുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അതിൻ്റെ വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ മുടി കുറച്ച് എടുത്തതിന് ശേഷം ഈ മുടി അങ്ങനെ ഒരുപാട് നേരം പുറത്ത് വച്ചിരിക്കാൻ പാടില്ല. അതിൻ്റെ ക്വാളിറ്റി കുറയും, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സർവൈവൽ റേറ്റ് കുറയുന്നത് കൊണ്ട് തന്നെ കുറച്ച് മുടി എടുത്തതിന് ശേഷം ഉടനെ തന്നെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പഞ്ച് ഇട്ടിട്ട് ആ പഞ്ചിലേക്ക് ഓരോ ഫോളിക്കിളായിട്ട് കയറ്റി വയ്ക്കുന്നതാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. ആദ്യത്തെ ദിവസം എനിക്ക് ഈ ഒരു ഏരിയയിലാണ് വെച്ചത്. അതിൽ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെച്ചത്. ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇതെന്തിനാണ് ഈ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടറിനോട് ചോദിച്ച സമയത്താണ് പറഞ്ഞത് ഇവിടെ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസവും നമ്മൾ വന്നിട്ട് കമന്നാണ് കിടക്കേണ്ടത്. കമന്ന് കിടക്കുന്ന സമയത്ത് ഈ പാർട്ട് കയറിയില്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ബെഡിൽ കയറി തട്ടും. അപ്പോൾ ഇത്രയും പാർട്ട് ഒഴിച്ചിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇത്രയായിരുന്നു. രണ്ടാമത്തെ ദിവസം ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനലി ഈ പാർട്ടൂടെ ഫില്ല് ചെയ്തിട്ടാണ് ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ളത്. ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത സമയത്ത് എനിക്ക് ഒരു തരത്തിലുള്ള വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ആ ഒരു ഫ്ലൂയിഡിക്കും കാര്യങ്ങളൊക്കെ മിക്ക ആളുകൾക്കും ഇവിടെയൊക്കെ വേദന വരുന്ന ആ ഒരു ദിവസമേ അതിൻ്റെ ഒരു പിറ്റേ ദിവസം വരെയും നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേദനയൊന്നും കാണില്ല. കാര്യം ഈ അനസ്തറ്റിക് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഞാൻ പ്രൊസീജിയർ അന്ന് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് തന്നെ സ്റ്റേ ചെയ്തിട്ട് പിന്നെയും സെക്കൻഡ് ഡേയും ആ ഒരു പ്രൊസീജിയറും കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്ന സമയത്ത് ഫസ്റ്റ് ഡേ വലിയ പ്രശ്നമില്ലായിരുന്നു. ഫസ്റ്റ് ഡേ ഞാൻ വന്നിട്ട് ബാക്ക് ഇറക്ക് റിമൂവ് ചെയ്തിട്ട് ബാക്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഈ ഡോണർ ഏരിയയിൽ നിന്ന് നമുക്ക് ഒരുപാട് നീര് അതുപോലത്തെ സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ അന്നത്തെ ദിവസം വാഷ് ചെയ്തിട്ട് ഈ ഡോണർ ഏരിയയിൽ പിറ്റേ ദിവസമാണ് നമ്മൾ ഈ ഡോണർ ഏരിയയിൽ അവർ അവിടെ നിന്ന് ഒട്ടിച്ച് തരുന്നൊരു സാധനമുണ്ട്, ഇങ്ങനെ ബാക്കിലായിട്ട് പഞ്ഞി പോലത്തൊരു സാധനം. അപ്പോൾ അത് പിറ്റേ ദിവസമാണ് ഇളകി കളയുന്നത്. ഇത് ഒട്ടിച്ച് വെച്ചിരുന്നാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിച്ച് വെച്ചിരുന്ന് നമുക്ക് അന്നത്തെ ദിവസം കിടക്കാനൊക്കെ പറ്റും. പിറ്റേ ദിവസം തൊട്ട് കിടക്കുന്നതിന് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാര്യം ഈ സാധനം ഇളക്കുമ്പം നമുക്ക് ചാരി കിടക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാര്യം ആ ഒരു വേദനയൊക്കെ പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല അന്നത്തെ ദിവസം ഈ ഡോണർ ഏരിയയിൽ നിന്ന് എടുക്കുമ്പോൾ നീര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇതെല്ലാം ഈ പഞ്ഞിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ ആദ്യത്തെ ചെയ്ത ദിവസവും പിറ്റേ ദിവസവും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ളൊരു വേദനയോ കിടക്കുന്നതിന് ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഓൺ ദ സെക്കൻഡ് ഡേ, അതായത് പ്രൊസീജിയർ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേയും കഴിഞ്ഞ് സെക്കൻഡ് ഡേ തൊട്ട് നിങ്ങൾക്ക് ബാക്കിലുള്ള ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. പിന്നീട് 4 ദിവസത്തേക്ക് നിങ്ങൾ ഇരുന്നുറങ്ങേണ്ടി വരും. ഞാൻ ഉള്ളതുപോലെ പറയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിക്ലൈനർ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ബാക്ക് സൈഡ് മുട്ടാൻ പറ്റില്ല. അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ കിടക്കുന്നിടത്ത് പിന്നെ അതിൽ നിന്ന് ചെറിയ രീതിയിലുള്ള നീരൊക്കെ ആ ദിവസവും രണ്ടാമത്തെ ദിവസവും വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷമുള്ളൊരു 4-5 ദിവസം നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് ബുദ്ധിമുട്ടാണ്. തറയിൽ നമ്മൾ ബെഡിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ തലയാണയൊക്കെ വെച്ച് കിടക്കുന്ന സമയത്ത് ബാക്കിൽ തട്ടും. പിന്നെ എനിക്ക് ഈ ക്രൗൺ ഏരിയ കുറച്ച് ഇറങ്ങി ചെയ്തിട്ടുള്ളത് കൊണ്ട് തലയാണ ഇതിലും തട്ടും. അപ്പോൾ ഒരു അടുത്ത 4 ദിവസത്തെ കാര്യം, ആദ്യത്തെ ഒരു 4 ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലാണ്. ഈ സമയത്ത് ഇതിൽ നിന്ന് ഇളവി പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ തട്ടാനും പാടില്ല. ഇങ്ങനെ ബാക്ക് ചേർന്ന് കിടന്നു കഴിഞ്ഞാൽ അവിടെ വേർക്കാനുള്ള ചാൻസ് ഉണ്ട്. വേർത്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. അതിൻ്റെ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളൊരു 4 ദിവസത്തേക്ക് ഇരുന്നുറങ്ങേണ്ടി വരും. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് തരും, ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒരു സലീൻ സൊല്യൂഷൻ തരും. സലീൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡാണ്. അത് മിക്കവാറും സ്പ്രേ ടൈപ്പ് ഇതിലായിരിക്കും തരുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ കൂടുന്ന സമയത്തെങ്കിലും നമ്മളത് എല്ലാം ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയലാണ്. മാത്രമല്ല ഇതിൽ ഹൈഡ്രേഷൻ, അതായത് ഈ ഫോളിക്കിൾ വച്ചിരിക്കുന്നിടത്തല്ല ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് അങ്ങനെ പറയുന്നത്. ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പറയും ഈ സമയത്ത്. കാര്യം ഒരു ഹെൽത്തി ആയിട്ട് വച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇതിൽ എനിക്ക് അഡീഷണൽ ആയിട്ട് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലഡ് തിന്നിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു മെഡിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും തന്നെയാണ്. ആൻറ്റിബയോട്ടിക്സും ഈ സംഭവങ്ങളും പിന്നെ പനി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതും പെയിൻ കില്ലറ് നിങ്ങൾക്ക് പെയിൻ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുഖം കണ്ട് ഇതുപോലെ ആയി കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അനസ്തെറ്റിക്കിൻ്റെയും ഒക്കെ നീര് വന്ന് മുഖത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ പേടിച്ചു കേട്ടോ. മുഖം മൊത്തം എന്നൊരു വേറൊരു രൂപം ആയിപ്പോയി ആ ഒരു സമയത്ത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 2-3 ഡേയ്സ് ഉണ്ടായിരുന്നു ആ ഒരു നീര് മൊത്തത്തിലൊന്ന് മാറാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ എൻ്റെ ഒരു കോലവും രൂപമൊക്കെ മാറിപ്പോയി. അപ്പോൾ ഈ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ ഷോർട്സ് പോലും ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ ഒരു രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ മിക്ക ആളുകളും പേടിക്കും. അപ്പോൾ ആ ഒരു ദിവസങ്ങൾ കടന്നു പോയിട്ട് ഒരു എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞൊരു 4 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ഈ നീരൊക്കെ മൊത്തത്തിൽ മുഖത്ത് നിന്ന് മാറി. പിന്നെ പതിയെ സ്കാബ്സ് ഒക്കെ വരാൻ തുടങ്ങി. അതായത് ഈ ടോപ്പ് പാർട്ടിൽ വച്ചെടുത്തൊക്കെ സ്കാബ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതായത് ആദ്യത്തെ ഒരു 10 ദിവസം എന്ന് പറയുന്നത് ഈ മുടി എടുത്തെടുത്ത് നിന്നും വച്ചെടുത്ത് നിന്നുമൊക്കെ ഒരു തലയ്ക്ക് ചുറ്റുമായിട്ടൊരു പെരുപ്പും എന്താ പറയുക ഒരു തലവേദനയാണോ, എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തലവേദന എന്ന് പറയുന്നൊരു സംഭവം വന്നിട്ടില്ല. അതൊരു തലവേദനയാണോ എന്നുള്ളൊരു സംഭവം എനിക്ക് അറിയത്തില്ല. ഒരു പെരുപ്പും ഇതന്നെ എങ്ങനെയാണ് പറയേണ്ടത്, എനിക്ക് ഡോക്ടറിനോട് പോലും അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷേ പുള്ളിക്കാരനോട് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അത് വളരെയധികം യൂഷ്വലാണ്, അങ്ങനെ എല്ലാവർക്കും വരാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ സ്കാൽപ്പിൻ്റെ അടിയിൽ ഹീലാകുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. അതൊരു നെക്സ്റ്റ് 10 ഡേയ്സ് വരെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു ദിവസമൊക്കെ അയ്യോ ആലോചിക്കാൻ വയ്യ. ഈ ദിവസങ്ങളിൽ ഞാൻ മാക്സിമം പെയിൻ കില്ലേഴ്സ് ഒഴിവാക്കണം എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ ഒരു അജണ്ടയെങ്കിലും ഞാൻ പല ദിവസങ്ങളിലും ആ ദിവസങ്ങളിൽ പെയിൻ കില്ലേഴ്സ് കഴിച്ചു എന്നുള്ളതാണ് സത്യം. കാര്യം അത്തരത്തിലുള്ളൊരു ചില സമയങ്ങളിൽ ഇവിടെ ആയിരിക്കും വേദന, ചില സമയം ഇവിടെ വരും, ചില സമയം ടോപ്പിൽ വരും. എവിടെ നിന്നൊക്കെയോ ഒരു വേദനകൾ പല ഭാഗത്തു നിന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനെ വിശേഷിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു പെയിനാണ്. അതെങ്ങനെയാണ് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് പോലും പറ്റാത്ത രീതിയിലുള്ളൊരു വല്ലാത്തൊരു തരത്തിലുള്ളൊരു പെയിൻ. അത് പല ഭാഗങ്ങളിലായിട്ട് പല സൈഡിൽ നിന്നൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ വരും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പെയിനായിരുന്നു ഈ ഒരു 10 ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഈ 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മുടി അത്യാവശ്യം ചെറുതായിട്ടൊക്കെ പൊടിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ 10ാമത്തെ ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഹെയർ വാഷ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലിനിക്കിൽ പോയിട്ടാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 10ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയി. ഇതിൻ്റെ ഇടയിലൊരു 8-9 ദിവസം ഒരു 7-8 ദിവസമൊക്കെ ആയപ്പോൾ ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ചില ഫോളിക്കിൾ ഇങ്ങനെ പഴുത്തിരിക്കാൻ തുടങ്ങി. അതായത് ഈ പസ് വന്നിട്ട് ചില ഫോളിക്കിൾ 1-2 ഒക്കെ ഉള്ളൂ. അത് വളരെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ടും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതുകൊണ്ടും അതെനിക്ക് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റി. ആ ഒരു പസ് വന്ന ഫോളിക്കിളിലൊക്കെ ആൻറ്റിബയോട്ടിക്സ് വേറൊരു തരത്തിലുള്ള 2-3 ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചപ്പോഴത്തേക്കും ആ ഒരു പസ്സിൻ്റെ ഇഷ്യൂസൊക്കെ മാറി കേട്ടോ. അത് 1-2 ഹെയർ ഫോളിക്കിളിൽ അഫക്റ്റ് ചെയ്തോളൂ. അഫക്റ്റ് ചെയ്തെങ്കിൽ പോലും ആ ഒരു ഹെയർ ഫോളിക്കിളൊന്നും പോയില്ല കേട്ടോ. ആ ഒരു പസ് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസായിട്ട് പ്രശ്നം സോൾവ് ആയി. അപ്പോൾ ആ ഒരു 10ാമത്തെ ദിവസം ഈ ഒരു ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ആ ഒരു ചെറിയ ചോപ്പ് അവിടെ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ ഒരു ഓട്ടോമാറ്റിക്കലി അത് ഫിക്സ് ആയി കേട്ടോ. ഒരു ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ കഴിച്ച സമയത്ത് ഫിക്സായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു മെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു സാധനം കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ആദ്യത്തെ ഒരു 5-6 ദിവസത്തേക്ക് നമ്മൾ 5-6 ദിവസത്തേക്കല്ല 10 ദിവസത്തേക്കും ഒരു അതിൻ്റെ ബെറ്റാഡിൻ്റെ സൊല്യൂഷൻ ഉണ്ടായിരുന്നു, ബ്ലാക്ക് കളർ. അപ്പോൾ അതടിച്ചിട്ടിട്ടാണ് സലൈൻ സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ. അപ്പോൾ 10ാമത്തെ ദിവസം പോയിട്ട് ക്ലീൻ ചെയ്തപ്പം അവിടെ അവർ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതൊരു റൊട്ടേഷൻ, അത് ക്ലീൻ ചെയ്യുന്നതിനൊരു പ്രത്യേക മോഷനൊക്കെ ഉണ്ട്, സർക്കുലർ മോഷൻ, അങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്. അവർ അവിടെ നിന്ന് യൂസ് ചെയ്തിട്ടുള്ള ഷാമ്പൂ എന്ന് പറഞ്ഞാൽ സെബാമെഡിൻ്റെ ബേബി ഷാമ്പൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരെണ്ണം എന്നോട് വാങ്ങിക്കാനും പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് സലൈൻ സൊല്യൂഷൻ ഇല്ല, മറ്റ് സംഭവങ്ങളൊന്നുമില്ല. ഒരു 2-3 ദിവസം കൂടുമ്പോഴാണ് ഇനി നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ടത്. ഡെയിലി വാഷിംഗ് ഇല്ല. അപ്പോൾ 3 ദിവസം കൂടുമ്പോൾ ഹെയർ വാഷ് ചെയ്യേണ്ടത് ഈ സെബാമെഡിൻ്റെ ഷാമ്പൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സർക്കുലർ മോഷനിൽ പതിയെ ഈ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 16-17 ഡേയ്സ് ആയിട്ടുണ്ട്.
ഇപ്പോൾ ഇതാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഹെയർ വാഷ് ചെയ്തിട്ട് ഇപ്പോൾ അത്യാവശ്യം ഈ മുടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഇനി അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എന്താണ് ഇതിൻ്റെ ഒരു സ്റ്റേജ് എന്നുള്ളതൊക്കെ നിങ്ങളെ ഞാൻ അറിയിക്കാം. ഇപ്പോൾ ഏകദേശം ആ ഒരു 10 ദിവസം കഴിഞ്ഞു, വാഷിങ് കഴിഞ്ഞു. അതിനുശേഷം ഹെയർ ഇപ്പോൾ മറ്റ് വേദനകളൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഈ ഹെയർ വാഷ് ചെയ്തത്. ഹെയർ വാഷ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രറ്റി മച്ച് നോർമലാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മുടി അത്യാവശ്യം വച്ചിട്ടുള്ള മുടിയാണ്. ഇനി ഷെഡിങ് സ്റ്റേജ് ഉണ്ട്. ഈ ഒരു ഷെഡിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഷോക്ക് ലോസ് എന്ന് പറയും. അപ്പോൾ ഈ വച്ചിരിക്കുന്ന മുടിയെല്ലാം ഇനി പൊഴിയും. അത് ഒരു 2 മാസത്തിനുള്ളിൽ എല്ലാം പൊഴിഞ്ഞിട്ട് അടുത്തൊരു 3-4 മാസം ആകുമ്പോഴത്തേക്കും എഗെയിൻ പൊടിച്ച് വരുന്നൊരു സ്റ്റേജിലേക്ക് എത്തും. ഇപ്പോൾ വച്ചിരിക്കുന്ന അതേ മുടി തന്നെയാണ് വളർന്നു നിൽക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഡോക്ടർ ചെയ്തിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് കർവുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലർക്ക് ചെയ്യുന്നത്. വെച്ചാൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നും ഇങ്ങനെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിരിക്കുന്നതിന്. അപ്പോൾ ഈ ഡോക്ടർ എനിക്ക് ഈ ഒരു മുടി വച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു നമ്മുടെ നാച്ചുറൽ ഇറഗുലാരിറ്റി ഈ മുൻവശത്തായിട്ട് വച്ചിട്ടുണ്ട്. അതെനിക്കൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. അതായത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്രൂസും കാര്യങ്ങളൊക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി വച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഡോണർ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് ഫസ്റ്റ് ഡേ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഓവർ ഹാർവസ്റ്റഡ് ആയിട്ട് തോന്നിയെങ്കിലും ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഒരു 3 മാസം കൊണ്ട് ചെയ്ത്. കണ്ണിൻ്റെയും ചെയ്തു, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം മനസ്സിലായെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഇതിന് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.